കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് ഹമാസിനെ വകവരുത്താനുള്ള പോരാട്ടം ഇസ്രായേൽ തുടങ്ങിയത്. ഇസ്രായേൽ അതിർത്തി കടന്നുവന്ന ഹമാസ് ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിക്ക് മറുപടി നൽകി തുടങ്ങിയ വ്യോമാക്രമണം അത് വളരെ പെട്ടെന്നാണ് യുദ്ധമായത്. പിന്നെ ഇടതടവില്ലാതെ ഇസ്രായേലി ബോംബറുകളും മിസൈലുകളും ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തു. യുദ്ധം 3 മാസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഗാസ ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. 23,000-ഓളം പലസ്തീനികളാണ് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയ്ക്ക് പിന്നാലെ ഈ യുദ്ധം അയൽ രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് തടയുകയാണ് ലോകരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം. ഈ ശ്രമം വിജയിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് അത്ര ശുഭകരമായ പരിസമാപ്തിയായിരിക്കില്ലെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ശ്രമം യുദ്ധവ്യാപനം തടയാൻ തന്നെയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, യൂറോപ്യൻ യൂണിയൻ ജോസഫ് ബോറൽ ഇതിനായി ഇസ്രായേലിൽ വെവ്വേറെ സന്ദർശനം നടത്തിയിരുന്നു. ലെബനനിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. വെസ്റ്റ് ബാങ്കിൽ സംഘർഷം തിളയ്ക്കുകയാണ്. ലെബനൻ അതിർത്തിയിൽ നാളുകളായി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ തുടർച്ചയായി വെടിവെപ്പ് നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മിസൈൽ ആക്രമണവും ഉണ്ടായി. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണവും തുടരുകയാണ്. ഇതെല്ലാമാണ് ഗാസയ്ക്ക് പുറത്തേക്ക് യുദ്ധം പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ലബനീസ് ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയാണ് ഈ യുദ്ധ സാഹചര്യത്തെ അത്രയധികം ആശങ്കാകുലമാക്കുന്നത്. ഇസ്രായേലിനെയും ഭീകരരെയും ഇറാനെയും സംയമനത്തിന്റെ പാതയിൽ നിർത്താൻ ബ്ലിങ്കൻ വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. ഗ്രീസിലും ടർക്കിയിലും ജോർദാനിലും പോയി ബ്ലിങ്കൻ ചർച്ചകൾ നടത്തി. ബോറലിലും ലെബനനിൽ സന്ദർശനം നടത്തി സാഹചര്യം യുദ്ധത്തിലേക്ക് എത്തിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം 4-ാം വട്ടമാണ് ബ്ലിങ്കൻ ഈ മേഖലയിലേക്ക് സന്ദർശനത്തിനെത്തുന്നത്. ഇതിന്റെയെല്ലാം തുടർച്ചയായി ഇസ്രായേൽ യുദ്ധം കുറച്ച് മയപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. പലസ്തീനികളായ സാധാരണക്കാരുടെ ജീവനെടുക്കാതെ ഹമാസിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കും ഇനിയെന്ന് ഇസ്രായേലി സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. വടക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളെല്ലാം തകർത്തെന്നും 8,000-ഓളം ഭീകരരെ വകവരുത്തിയെന്നുമാണ് ഹഗാരിയുടെ അവകാശവാദം. മധ്യ തെക്കൻ ഗാസയിലാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ചിരിക്കുന്നത്. വടക്കൻ ഗാസയിലെയും തെക്കൻ ഗാസയിലെയും ഹമാസ് കേന്ദ്രങ്ങളെല്ലാം തകർത്ത് ഭീകരരെ ഭഗവരുത്തിയ ശേഷമേ മടക്കമുള്ളൂ എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ യുദ്ധം ചിലപ്പോൾ 2024 മുഴുവൻ തുടർന്നേക്കുമെന്നും ഹഗാരി സൂചന നൽകുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലി ബന്ദികളിൽ 100-ലേറെ പേരെ ഇനിയും മോചിപ്പിച്ചിട്ടില്ല. ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാർ എത്ര, ഭീകരർ എത്ര എന്ന ഔദ്യോഗിക കണക്കൊന്നുമില്ല. മരിച്ചവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പലസ്തീൻ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. തെക്കൻ നഗരമായ ഖാൻ യൂനിസിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ഉഗ്രാക്രമണം തുടരുകയാണ്. ഖാൻ യൂനിസിലെ അൽ അമാൻ ആശുപത്രിക്ക് സമീപം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കടുത്ത മിസൈൽ ആക്രമണവുമുണ്ടായി. ശനിയാഴ്ച രാത്രി ഇവിടത്തെ ഒരു പാർപ്പിട സമുച്ചയം മൊത്തത്തിൽ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തു കളഞ്ഞിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ആക്രമണം നടത്തുന്ന ഖാൻ യൂനിസ് പലസ്തീനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയം തേടി പലസ്തീനികൾ എത്തിയിരിക്കുന്ന പ്രദേശമാണ് എന്നതാണ്. യുദ്ധം 3 മാസം കഴിയുമ്പോൾ ഇറാനെ നേരിട്ട് വിമർശിക്കാൻ ഇസ്രായേൽ മുതിരുന്നു എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തുരങ്കങ്ങളിലും ആശുപത്രികളിലും ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് ഇറാന്റെ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് ഇക്കഴിഞ്ഞ 3 മാസത്തിനിടെ ആദ്യമായി ഇസ്രായേൽ പറഞ്ഞു. ഭീകരർ ജനവാസ മേഖലകളിൽ സാധാരണ പലസ്തീനികളുടെ കൂടെ കഴിയുന്നതും ഇറാൻ ആവിഷ്കരിച്ച തന്ത്രമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതുതന്നെയാണ് ലോകത്തെ പേടിപ്പെടുത്തുന്നതും. ഇറാന് നേരെ ഇസ്രായേൽ പ്രത്യക്ഷത്തിൽ തിരിഞ്ഞാൽ 3 മാസം കണ്ടതുപോലുള്ളതാവില്ല ഇനിയുള്ളത്. 2 യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രങ്ങളാണ് ഇറാനും ഇസ്രായേലും. 2 കൂട്ടരുടെ പക്കലും മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ പോന്ന ആയുധശേഖരമുണ്ട്. ഇവർ നേരിട്ട് കൊമ്പുകോർത്താൽ ഒരുപക്ഷേ അമേരിക്കയ്ക്കോ മറ്റ് ലോകരാജ്യങ്ങൾക്കോ പോലും ഒരു സമാധാനവും ഉണ്ടാക്കാനായേക്കില്ല.
ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കുകയാണ് ആന്റണി ബ്ലിങ്കന്റെ മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നുറപ്പാണ്. ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥം വഹിക്കുന്ന ജോർദാനിനെയും ഈജിപ്തിനെയും സജീവമാക്കി നിർത്തി മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ അയവ് വരുത്തുക എന്നതാണ് ബ്ലിങ്കന്റെ ഉദ്ദേശം. ഗ്രീസിൽ നിന്ന് തുർക്കിയിലാണ് ബ്ലിങ്കൻ എത്തിയത്. പ്രസിഡന്റ് എർദോഗാനുമായും വിദേശകാര്യമന്ത്രി ഹഹാൻ ഫിദാനുമായും ബ്ലിങ്കൻ ചർച്ച നടത്തി. ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തും. വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ഖത്തർ, UAE, സൗദി അറേബ്യ രാജ്യങ്ങളിലും നേരിട്ടെത്തി ഇപ്പോഴത്തെ സാഹചര്യവും ലോകത്തിന്റെ ആശങ്കയും വിശദീകരിക്കുന്നതിനൊപ്പം ഈ യുദ്ധം സമാധാനത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യവും ബ്ലിങ്കൻ അറിയിക്കും. നയതന്ത്ര മാർഗങ്ങൾ ഇപ്പോഴും തുറന്നുകിടക്കുകയാണ്. യുദ്ധം പരിഹാരമല്ലെന്ന യൂറോപ്യൻ യൂണിയൻ ചീഫ് എൻവോയ് ജോസഫ് ബോറൽ പറഞ്ഞതും സമാധാനത്തിനായുള്ള ആഹ്വാനം കൂടിയാണ്. ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനൻ വലിയ ആശങ്കയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണമുണ്ടായാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ലെബനൻ മറുപടി നൽകിയിട്ടുണ്ട്. ഇതൊരു വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഗാസയുടെയും ഇസ്രായേലിന്റെയും അതിർത്തിക്കപ്പുറത്തേക്ക് വ്യാപിക്കരുതേയെന്ന് ലോകം പ്രാർത്ഥിക്കുന്നത്.